നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഈ ഒരു വീഡിയോ ഓൺ ആക്കിക്കൊണ്ട് ഞാൻ ഈ പറയുന്ന രീതി തന്നെ നിങ്ങളുടെ വാഹനത്തിൽ കയറി നിങ്ങൾ ഇതേ രീതി തന്നെ ചെയ്തു. ഞാൻ 100% ഉറപ്പ് വരുന്നു, നിങ്ങൾക്ക് നല്ലൊരു കോൺഫിഡൻസോട് കൂടി നിങ്ങൾക്ക് ആ വാഹനം വീട്ടിൽ കിടക്കുന്ന വാഹനം നിങ്ങൾ എടുത്തിരിക്കും. നമ്മൾ ആദ്യമേ കയറി ഈ സീറ്റ് ബെൽറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ മിറർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ ആദ്യമേ കയറി ഈ സീറ്റ് ബെൽറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ കൃത്യമായിട്ട് കിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ സീറ്റ് ബെൽറ്റ് ആദ്യം എന്ത് ചെയ്യേണ്ട ഇടണ്ട. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ വളരെ യൂസ്ഫുള്ളായ ഒരു വീഡിയോയാണ്. അതായത് കാർ എളുപ്പത്തിൽ എങ്ങനെ ഓടിക്കാൻ പഠിക്കാം. ഇത് വാഹനം ഓടിക്കാൻ പഠിക്കുന്നവർക്കും പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും വേണ്ടി മാത്രമുള്ള വീഡിയോ ആണ്. വാഹനം ഓടിച്ചു തുടങ്ങിയിട്ടുള്ളവർ ഈ ഒരു വീഡിയോ കാണണമെന്നേ ഇല്ല. ഈ ഒരു വീഡിയോ കാണുന്നവർ പലരും 10-15 വർഷമായിട്ട് ലൈസൻസ് കയ്യിൽ വെച്ചിട്ട് വാഹനം വീട്ടിലുണ്ടായിട്ടും വീട്ടിൽ കിടക്കുന്ന ഒരു വാഹനത്തിൽ കയറി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോലും അവർക്ക് പേടിയാണ്. അപ്പൊ അങ്ങനെയുള്ളവർക്കും പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും വേണ്ടിയാണ് ഈ ഒരു വീഡിയോ. അപ്പൊ വാഹനം ഓടിച്ച് തുടങ്ങിയിട്ടുള്ളവരോ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്നവരോ ഈ ഒരു വീഡിയോ കാണണമെന്നേ ഇല്ല. അപ്പൊ അങ്ങനെയുള്ളവരെ, അപ്പൊ നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളോ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, യൂട്യൂബ് വഴിയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഫേസ്ബുക്ക് വഴി ഇൻസ്റ്റാഗ്രാം വഴി ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് തരാൻ മറക്കരുത്. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അതായത് നമ്മളൊരു വാഹനത്തിൽ കയറിയിരുന്ന് നമുക്കെല്ലാം ഒരു വാഹനമാണ് ഓടിക്കേണ്ടത്. ഈ വാഹനം ഓടിക്കണമെങ്കിൽ എന്ത് വേണം? ഒരു വാഹനം എടുക്കാൻ പഠിക്കണം. നമ്മൾ എവിടുന്നും ഒരു വാഹനം എടുക്കുകയാണ്. നിങ്ങൾ കൃത്യമായി ഈ ഒരു വീഡിയോ ലെങ്തി ആണെന്ന് പറഞ്ഞ് നിങ്ങൾ കട്ട് ചെയ്ത് പോലെ ഈ ഒരു കാര്യങ്ങൾ കൃത്യമായിട്ട് കേട്ട് മനസ്സിലാക്കി ഇതേപോലെ ഞാൻ എൻ്റെ കയ്യും കാലും പെണ്ണായാലും വണ്ടി ഓടിക്കേണ്ടത് കയ്യും കാലും കൊണ്ടാണ്. അപ്പൊ ഈ കയ്യും കാലും എവിടെയൊക്കെ വെച്ച് ഇപ്പം നമ്മൾ ഈ വാഹനത്തിൽ ഓടിക്കുന്ന സാധനങ്ങൾ എത്ര ഉണ്ട്? 5 കൂട്ടം കാര്യങ്ങളിലാണ്. ഈ 5 കൂട്ടം കാര്യങ്ങളിൽ എവിടൊക്കെ എപ്പോഴൊക്കെ എങ്ങനെയൊക്കെ എവിടെയൊക്കെ വെച്ച് നമ്മളൊരു വാഹനം ഓടിക്കുന്നു. ഈ കൃത്യമായിട്ട് കയ്യും കാലും എവിടൊക്കെയാണ് ചെല്ലേണ്ടത്, എവിടെയൊക്കെ വെച്ചാൽ ആ വണ്ടിയെ വീട്ടിൽ നിന്ന് കിടക്കുന്ന ഒരു വണ്ടിയെ ഉരുട്ടി എടുക്കാം എന്നാണ് ഈ ഒരു വീഡിയോയിലെല്ലാം ഞാൻ കാണിച്ചു തരുന്നത്. അപ്പം നിങ്ങൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക. നമ്മൾ ആദ്യമേ ഒരു വാഹനത്തിൽ കയറിയിരുന്ന ഒരു സീറ്റ് ബെൽറ്റ് ഇടാൻ നല്ല പഠിക്കേണ്ട. കാരണം പലരും, ഞാൻ നേരത്തെ ഇതിനെപ്പറ്റി ഒരു 1-2 വീഡിയോ ചെയ്തിരുന്നു. അപ്പം ആ വീഡിയോക്ക് ഒരു വാഹനത്തിൽ കയറി എങ്ങനെ എടുക്കാം ഇതിനെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞപ്പോൾ പലരും വന്ന് ആ വീഡിയോ കണ്ട് മുഴുവനും കണ്ടില്ല. എൻ്റെ കണ്ടന്റോ സബ്ജക്റ്റോ അല്ലെങ്കിൽ തമിഴിനോ കൃത്യമായിട്ട് മനസ്സിലാക്കാത്തതുകൊണ്ടാണ് ആ വീഡിയോ തുടക്കത്തിലെ കണ്ടിട്ട് അതിന്റെ താഴെ വന്ന് കമന്റ് ഇട്ടിരിക്കുക സീറ്റ് ബെൽറ്റ് ഇടണമെന്ന് പറയും. നമുക്കൊരു വാഹനത്തിൽ കയറി ഒരു വാഹനം എടുക്കാനാണോ പഠിക്കേണ്ടത്, സീറ്റ് ബെൽറ്റ് ഇടാനാണോ? അതേപോലെ തന്നെ നമ്മളെ 3 കാര്യങ്ങൾ കൃത്യമായിട്ട് അവർ പഠിച്ചു വെച്ചിരിക്കും. കാരണം ഞാൻ പലയിടത്തും ഞാനതുപോലെ പ്രാക്ടീസിനായിട്ട് കടന്നു ചെന്ന് കഴിയുമ്പോഴത്തേന് അവരോട് പറയും വണ്ടി എടുക്കാൻ പറയും. അവരാദ്യമേ കയറി സീറ്റ് ബെൽറ്റ് ഇടും, പിന്നെ ഒപ്പഴ ഓൺ അടിക്കണ്ട, എപ്പോഴും ഇൻഡിക്കേറ്റർ ഇടും. ഇത് മാത്രം അവർ കറക്റ്റായിട്ട് പഠിച്ചു വെച്ചിരിക്കും. അപ്പൊ അതുകൊണ്ട് ചെയ്യേണ്ടത് എന്താണെന്ന് കൃത്യമായിട്ട് അവർക്ക് അറിയുന്നില്ല. എന്തെല്ലാം ചെയ്താൽ ആ വണ്ടി എടുക്കണമെന്ന് കൃത്യമായിട്ട് അറിയത്തില്ല. അപ്പൊ ഞാൻ ഓടിക്കാൻ പറഞ്ഞില്ല, അവരോട് എടുക്കാനേ പറയുന്നുള്ളൂ. പക്ഷെ അവരെ കയറി എന്നോട് ചോദിക്കുക എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പൊ നമുക്കിപ്പോ അങ്ങനെ എടുക്കാൻ പോലും അറിയാത്തവരെ എന്ത് ചെയ്യണം? ആദ്യം മുതലേ കാണിച്ച് തുടക്കം മുതലേ ചെയ്ത് കാണിച്ചു കൊടുത്തിട്ട് വേണം ഒരു ദിവസത്തെ ക്ലാസ് നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ അറ്റൻഡ് ചെയ്തിട്ട് അവരെ കൊണ്ട് വണ്ടി ഓടിച്ചിട്ട് തിരിച്ചു വരാൻ വേണ്ടി. ഇപ്പൊ ഇങ്ങനെ കാണുന്ന വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ട്. എങ്കിലും തനിയെ വാഹനം ഓടിക്കാൻ പേടി, വാഹനം ഓടിക്കാൻ അധികം ആഗ്രഹമാണ്. അങ്ങനെയുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാം. ഇതൊരു 1 ഡേ ട്രെയിനിങ് ക്ലാസ് ആണ്. ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിലൂടെ പറഞ്ഞു തരുന്നത്. ഞാൻ ഉറപ്പ് തരുന്നു, ഗ്യാരണ്ടി തരുന്നു, നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം നിങ്ങൾ തനിയെ വാഹനം ഓടിച്ചിരിക്കും. അപ്പൊ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. പലരും പറഞ്ഞ് നമ്മളെ മടിപ്പിക്കാറുണ്ട്, ഈ ഒരു പ്രായത്തിൽ പറ്റില്ല, ലൈസൻസ് എടുത്തതിന് ശേഷവും 3-4 പേരുടെ പ്രാക്ടീസിന് പോയാലേ അപ്പൊ പ്രായം കൊണ്ടായിരിക്കും നിർത്തിക്കുമെന്ന് പറഞ്ഞ് മടിപ്പിക്കാറുണ്ട്. ഞാൻ പറയുന്നത് നമുക്ക് ഡ്രൈവിംഗ് ചെയ്ത ഒരു പ്രായം ഒരു പ്രശ്നമല്ല. നമ്മുടെ ചുറ്റിന് നോക്കിയാൽ തന്നെ അറിയാം 75, 80, 85 വയസ്സുള്ള അപ്പച്ചന്മാരും അമ്മച്ചിമാരും പോലും വാഹനം ഓടിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്തുകൊണ്ട് ഓടിച്ചുകൂടാ? അപ്പൊ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? എന്റെ ജില്ല ഏതാണ് കരുതണ്ട, നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നടത്തുന്നത് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതായത് നമ്മളൊരു വാഹനത്തിലേക്ക് ആദ്യമേ കയറിയിരുന്ന് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സീറ്റ് ബെൽറ്റ് ഇടാൻ നല്ല പഠിക്കണം. ആദ്യമേ കയറി എന്ത് ചെയ്യണം? നമ്മൾ വാഹനത്തിൽ കയറി എടുക്കുന്നിടം വരെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യണം. അത് ചെയ്താൽ മാത്രം നമുക്ക് സീറ്റ് ബെൽറ്റിന്റെ ആവശ്യമുണ്ട്. അത് നമുക്ക് വണ്ടി ഓടിക്കുന്നവർക്ക് മതി, എടുക്കുന്നവർക്ക് വേണ്ട. അപ്പം നമുക്ക് അതിന്റെയൊക്കെ ആവശ്യങ്ങളുണ്ട്. അപ്പൊ ആദ്യമേ കയറി എന്തെല്ലാം ചെയ്താൽ ആ വണ്ടി എടുക്കാം, ഇത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കി എന്ത് ചെയ്യാം. നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ വണ്ടി ഉരുണ്ട് കഴിയുമ്പോൾ നമ്മൾ തന്നെ, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ വണ്ടി അങ്ങോട്ട് അനങ്ങുമ്പോൾ കിണുകിണാന്ന് അടിക്കുമ്പോഴറിയാം നമുക്ക് എന്തിന്റെ ആവശ്യമുണ്ട്, സീറ്റ് ബെൽറ്റിന്റെ ആവശ്യമുണ്ട്. അപ്പൊ സീറ്റ് ബെൽറ്റ് ഇടാൻ നല്ല പഠിക്കണം. എന്ത് ചെയ്യണം? ഒരു വണ്ടി എടുക്കാനാണ് പഠിക്കണം. അപ്പൊ എന്തെല്ലാം ചെയ്താൽ ആ വണ്ടി എടുക്കാം. നമ്മൾ ആ വാഹനത്തിലേക്ക് ആദ്യം കയറി എന്ത് ചെയ്യണം? നമ്മൾ ബ്രേക്കിലേക്ക് കാല് വെക്കുന്നു. കണ്ടില്ലേ? നമ്മൾ ആദ്യമേ ബ്രേക്കിലേക്ക് കാല് വെക്കുന്നു. അതേപോലെ തന്നെ നമ്മുടെ സ്റ്റിയറിംഗിലേക്കും കൈ പിടിക്കുക. എന്തിനാണ് ഈ ബ്രേക്കിലും സ്റ്റിയറിംഗിലും കൈ പിടിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്കിൽ മാത്രമേ നമുക്ക് സീറ്റ് എന്ത് ചെയ്യത്തുള്ളൂ, കൃത്യമായിട്ടാകത്തുള്ളൂ. ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ പലരും വാഹനത്തിലേക്ക് കയറി എന്ത് ചെയ്യും, ഇങ്ങനെയൊക്കെ ഇരുന്നിട്ട് ചെയ്ത് നോക്കും. കണ്ട, ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ എടുത്ത് ചവിട്ടി നോക്കും. അതുപോലെ തന്നെ പലരും എന്ത് ചെയ്യും, ഇങ്ങനെയൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ വണ്ടെന്ന് വെച്ച്
ഈ സ്റ്റിയറിംഗ് വിട്ടിട്ടാ പിന്നെ ബ്രേക്ക് ചവിട്ടി നോക്കുന്നത്. അപ്പൊ എന്ത് ചെയ്തില്ല, പലപ്പോഴും നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് എത്തണമെന്നില്ല. നമ്മളൊരു വാഹനത്തിൽ നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ബ്രേക്ക് പിടിക്കണം. ഈ ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് നമ്മുടെ കൈ എവിടെ ഉണ്ടെങ്കിൽ മാത്രമേ കറക്റ്റായിട്ട് ബ്രേക്ക്, നമ്മൾ വണ്ടി ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് നമ്മുടെ കൈ എവിടെ ഉണ്ട്, സ്റ്റിയറിംഗിലുണ്ട്. കാരണം നമ്മൾ ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് നമ്മൾ സ്റ്റിയറിംഗിൽ വിട്ടിട്ടല്ല. അപ്പം കൈയും കാലും കൃത്യമായിട്ട് ഇരുന്നാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, എത്തിയാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, നമുക്ക് ബ്രേക്ക് പിടിക്കുമ്പോൾ സ്മൂത്ത് ആയിട്ട് വണ്ടി നിർത്താൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ഇരിക്കുന്ന ഇരിപ്പിടം കൃത്യമാക്കുക എന്നുള്ളത്. അപ്പം എങ്കിൽ മാത്രം, കാരണം ഇങ്ങനെയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ആകത്തില്ല. കാരണം നമുക്ക് പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടണം, ഇതാണ് എത്താതെ വരും. അപ്പൊ നമുക്ക് ജെർക്കിംഗ് ഉണ്ടാവും, ക്ലച്ചിലാണ്ട് കാര്യം ചെല്ലത്തില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യും, വണ്ടി ഇടിച്ച് ഓഫ് ആയി പോകും. അതുകൊണ്ടാണ് ബ്രേക്കിലും സ്റ്റിയറിംഗിലും കൈ പിടിച്ചുകൊണ്ട് എന്ത് ചെയ്യുക, നമ്മുടെ താഴെ ഒരു കമ്പിയുണ്ട്, ആ കമ്പിയിൽ പൊക്കിക്കൊണ്ട് നല്ലതാ കറക്റ്റ് ആയിട്ട് നമുക്ക് സീറ്റ് വരും. അതേസമയത്ത് നമുക്ക് ഈ കൈ ബ്രേക്ക് ഇതിലില്ല, സ്റ്റിയറിംഗിലില്ല, ഇതിപ്പോ കയറി പോയാലും അറിയത്തില്ല എത്ര ഉണ്ടെന്നുള്ളത്. അപ്പൊ നമുക്ക് കൈ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് കയറി പോയി എന്നുള്ളത്. കണ്ടാ, അതേപോലെ തന്നെ നമുക്കിപ്പം ഇത് ബാക്കിലേക്ക് പോയെന്ന് പറഞ്ഞാൽ കാലൊടിരിപ്പുണ്ട്, ബ്രേക്കിൽ ഇരിപ്പുണ്ട്. അപ്പൊ നമുക്ക് വണ്ടി ഓടിക്കുന്ന സമയത്ത് സ്റ്റിയറിംഗിൽ എത്തണമെന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെയോട്ട് ബ്രേക്കിലും വെച്ച് സ്റ്റിയറിംഗിലും പിടിക്കുമ്പോൾ നമുക്കറിയാം ഇത് മുൻപോട്ട് വരാനുണ്ട്. കണ്ടാ, എങ്കിൽ മാത്രമേ കൃത്യമായിട്ട് എത്രയും വേണമെന്ന് അറിയത്തുള്ളൂ. ഇത് കറക്റ്റ് നമുക്ക് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്തു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, നമ്മുടെ ചാർ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു ഭാഗത്ത്. അറിയാമല്ലോ, ഈ ക്ലിപ്പിലേക്ക് നമ്മൾ പിടിച്ച് പൊക്കിയാലേ ഈ സീറ്റിന്റെ ചാർ അഡ്ജസ്റ്റ് ചെയ്തു. ഇപ്പൊ ഈ കൈ കൊണ്ട് ചെയ്യാൻ പറ്റും. എന്ത് ചെയ്യണം, നമ്മൾ കൈ മാറി, കണ്ടാ, ഈ കൈ മാറിക്കൊണ്ട് ഈ ക്ലിപ്പിൽ പിടിച്ച് ചെയ്യാം. കൃത്യമായിട്ട് നമുക്ക് എത്രയും വേണമെങ്കിലും കൃത്യമായിട്ട് ചാര നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോ ഈ വണ്ടി എടുക്കുന്ന നമ്പരുള്ള കാര്യങ്ങൾ ഒരു 3-4 വീഡിയോ എങ്കിലും ഞാൻ ഈ ഒരു ചാനലിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. പലരും വന്നിട്ട് ഒരു വണ്ടിയെ കൃത്യമായിട്ട് വീണ്ടും എടുക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകത്തോണ്ടാണ് വീണ്ടും ഞാൻ ഈ ഒരു വീഡിയോ തന്നെ ചെയ്യുന്നത്. കണ്ടോ, അപ്പൊ ഇങ്ങനെ ചെയ്യുക. അപ്പൊ നമുക്ക് ഇവിടെ കൈയില്ലെങ്കിൽ എത്രയും വേണമെന്ന് അറിയത്തില്ല. കണ്ടോ, അവിടെ കൈ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ചാര എത്രയും വേണമെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയത്തുള്ളൂ. കണ്ട, നമ്മുടെ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്തു. നമുക്ക് ആദ്യമേ നമുക്കൊരു വാഹനത്തിൽ കയറി നമ്മൾ ചെയ്യേണ്ടതും നമ്മുടെ ഇരിപ്പിടം ക്ലിയർ ആക്കുന്നത്. നമ്മുടെ ഇരിപ്പിടം ക്ലിയർ അല്ലെങ്കിൽ അന്നത്തെ ദിവസം എന്ത് ചെയ്യും, നമുക്ക് അന്നത്തെ ദിവസം എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അന്നത്തെ ദിവസം വെറുതെ പോകുന്നല്ലാതെ നമ്മുടെ പണി നീങ്ങത്തില്ല. അപ്പൊ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇരിപ്പിടം നമ്മൾ ക്ലിയർ ആക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പരിപാടി. അല്ലാതെ നമ്മൾ ആദ്യമേ കയറി സീറ്റ് പറ്റും അല്ലെങ്കിൽ മിറർ അഡ്ജസ്റ്റ് ചെയ്യുകയല്ല ചെയ്യേണ്ടത്. സീറ്റ് അഡ്ജസ്റ്റ് ചെയ്തു. അതിനുശേഷം എന്ത് ചെയ്യണം, നമ്മൾ ക്ലച്ച് ചവിട്ടി ന്യൂട്രലാണോ എന്ന് നോക്കണം. വാഹനം ന്യൂട്രലാണോ എന്ന് നോക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ ന്യൂട്രലാണോ നോക്കുന്നത്, ഇങ്ങനെയാണ് ന്യൂട്രലാണോ നോക്കുന്നത്, അല്ലാതെ ഇങ്ങനെ അല്ല. കാരണം എല്ലാവരും ഈ രീതിയിലാണ് ഈ വീഡിയോ കാണുന്നത്. 90% ആൾക്കാരും ന്യൂട്രലാണോ നോക്കുന്നത് ഈ ഒരു രീതിയിലാണ്. കണ്ട, ഇവരെ പഠിപ്പിച്ചേക്കുന്നത് ഇങ്ങനെ തന്നെയാണ്. കണ്ട, ഇങ്ങനെയല്ല നമ്മൾ ന്യൂട്രലാണോ നോക്കുക. കാരണം നമുക്ക് എല്ലായിടത്തും കിടന്നാലും ന്യൂട്രലായിട്ട് തോന്നും. നമുക്ക് ന്യൂട്രലാണോ നോക്കുന്നത് എന്ത് ചെയ്യണം, ഇങ്ങനെ ഒരു തട്ട് കട്ടി അറ്റത്ത് ചെന്നുമ്പോൾ നമുക്കറിയാം ഒരു ഗിയറിലാണ്. ഒന്ന് തട്ടി എന്തായി, ന്യൂട്രലായി. അതേപോലെ ഇങ്ങനെ അറ്റത്ത് വന്നാലും കണ്ട ഒരു ഗിയറിലാണ് നമുക്ക് മനസ്സിലായി. ഒന്ന് തട്ടി എന്തായി, ന്യൂട്രലായി. കണ്ട, നിങ്ങളുടെ വാഹനത്തിൽ തന്നെ ഇതുപോലെ തന്നെ ചെക്ക്. ഞാൻ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഈ ഒരു വീഡിയോ ഓൺ ആക്കിക്കൊണ്ട് ഞാൻ ഈ പറയുന്ന രീതിയിൽ തന്നെ നിങ്ങളുടെ വാഹനത്തിൽ കയറി നിങ്ങൾ ഇതേ രീതിയിൽ തന്നെ ചെയ്തു. ഞാൻ 100% ഉറപ്പ് വരുന്നു, നിങ്ങൾക്ക് നല്ലൊരു കോൺഫിഡൻസോട് കൂടി നിങ്ങൾക്ക് ആ വാഹനം വീട്ടിൽ കിടക്കുന്ന വാഹനം നിങ്ങൾ എടുത്തിരിക്കും. അപ്പൊ ഇങ്ങനെ എന്ത് ചെയ്യണം, നിങ്ങൾ ന്യൂട്രാക്കുക. അതിനുശേഷം എന്ത് ചെയ്യാം, നമ്മൾ താക്കോൽ ഇടുന്നു. താക്കോൽ ഇട്ടിട്ട് ഒന്ന് തിരിച്ചു. കണ്ട, ഒന്ന് തിരിച്ചാൽ നമുക്ക് വാഹനം സ്റ്റാർട്ട് ആകുന്നില്ല. അതുപോലെ തന്നെ മീറ്റർ കൺസോൺ അത് ലൈറ്റും വരുന്നില്ല. കേട്ടോ, ഞാൻ വീണ്ടും എന്ത് ചെയ്തു, ഒന്നുകൂടെ തിരിച്ചപ്പോ എന്ത് ചെയ്തു, മീറ്റർ കൺസോൺ അത് ലൈറ്റ് വന്നേ ഉള്ളൂ, വാഹനം സ്റ്റാർട്ട് ആകുന്നില്ല. കേട്ടോ, അപ്പൊ ഈ ലൈറ്റിൽ 1-2 ലൈറ്റുകൾ കേടും. അതുപോലെ തന്നെ പുതിയ വാഹനങ്ങളാകുമ്പോൾ എന്ത് ചെയ്യും, മീറ്റർ കൺസോൺ അത് കുറേ ലൈറ്റുകൾ കാണും. ഈ കുറേ ലൈറ്റുകൾ കുറച്ച് ലൈറ്റുകൾ കേടും. അതുപോലെ നമ്മൾ അനങ്ങാതെ നമ്മുടെ വീട്ടിൽ തന്നെ നിൽക്കുന്ന ഒരു മോട്ടറിന്റെ ചെറിയൊരു സൗണ്ട്, ആ സൗണ്ട് നിൽക്കും. ആ സൗണ്ട് ഒക്കെ നിൽക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം, നമ്മൾ വീണ്ടും ഒന്നുകൂടെ തിരിച്ചു. കാണാം, ഇത്രയേ ഉള്ളൂ ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന വരെയുള്ള കാര്യം. ഇപ്പൊ 15-20 വർഷമായി ലൈസൻസ് കൈ വെച്ചിട്ടുള്ളവരോട് പോലും ഇങ്ങനെ ഒരു വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറയുന്നത് എന്ത് ചെയ്യും, അവർക്ക് ആ വാഹനത്തിന്റെ സീറ്റ് കാണുമ്പോൾ തന്നെ, അതുപോലെ തന്നെ ആ സ്റ്റാർട്ടിങ്ങിന്റെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ പേടിയുള്ളവരാണ് ഇപ്പൊ ഒരു 90% ആൾക്കാരും. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ നമ്മുടെ കൈയും കാലം കൊണ്ട് കൃത്യമായിട്ട് ചെയ്യേണ്ടത് കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, നമുക്കൊരു വാഹനം കയറി ഓരോന്നും ചെയ്യാൻ കഴിയും. ഞാൻ ഇത് കണ്ടോ, നിങ്ങൾ ഒന്നുകൂടെ, ഞാൻ അത്രയും കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. ഇത് കണ്ടോ, നമ്മൾ ആദ്യം വാഹനത്തിൽ കയറിയിരുന്നു, ബ്രേക്ക് ചവിട്ടി, സ്റ്റിയറിംഗെ പിടിച്ചു, സീറ്റ് അഡ്ജസ്റ്റ് ചെയ്തു, അതുപോലെ നമ്മുടെ ചാർ അഡ്ജസ്റ്റ് ചെയ്തു, അതേപോലെ തന്നെ ക്ലച്ച് ചവിട്ടി ന്യൂട്രലാക്കി. കണ്ടത് കണ്ടോ, 1, 2 അവിടെ സൗണ്ട് മാറി, വീണ്ടും എന്ത് ചെയ്തു, തിരിച്ചു, വാഹനം സ്റ്റാർട്ടായി. ഞാൻ അങ്ങോട്ട് തന്നെ നോക്കി കണ്ണടച്ചുകൊണ്ടായിരുന്നു ചെയ്തത്. എന്തിനാണ് അങ്ങനെ ചെയ്തത്, നമുക്ക് കൃത്യമായിട്ട് ഇന്നടത്തൊക്കെ എന്റെ കൈയും എന്റെ കാലും ഇന്നടത്ത് വെച്ചിട്ടാണ് ഇന്നതൊക്കെ ചെയ്യുന്നു എന്ന് കൃത്യമായിട്ട് നമുക്ക് ബോധ്യമായി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് തന്നെ നോക്കിയിരിക്കേണ്ട ഒരു കാര്യം ഇല്ല. കാരണം ഈ ഒരു വീഡിയോ കാണുന്ന പലരും എന്ത് ചെയ്യും, ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ വണ്ടിക്കകത്തോട്ട് കയറുമ്പോഴേ ഈ ഒരു നോട്ടമാണ്. കാരണം ഇതെന്തിനാ ഈ നോട്ടം വരാനുള്ള കാരണം, എന്താണ് കൃത്യമായിട്ട് ചെയ്യുന്നതെന്ന് അവർക്ക് അറിയത്തില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ എന്ത് ചെയ്യുന്നത്, ഈ കിടന്ന് തപ്പുന്നത്. കേട്ടോ, അപ്പൊ നമുക്ക് ചെയ്യാനുള്ളത് മൊത്തം ഈ ഒരു ഭാഗത്താണ്. കാരണം പലരും എന്ത് ചെയ്യും, ഈ വീഡിയോ കാണുന്ന പലരും ശ്രദ്ധിക്കുന്നത് എങ്ങോട്ടാ, ഒന്ന് ഈ താഴോട്ട് നോക്കിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. എന്തിനാണ് നമ്മൾ ഇങ്ങനെ നോക്കിയിരിക്കുക, നമുക്ക് എന്തെങ്ങാണ്ട് വേണ്ടി നമ്മൾ വണ്ടിയെ കയറിയ ഒരു വാഹനം എടുക്കാൻ വേണ്ടിയിട്ടാ. അപ്പൊ ഇന്നതൊക്കെ ചെയ്തിട്ട് ആ വാഹനം എടുക്കാൻ അറിയത്തുള്ളൂ എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തപ്പേണ്ട കാര്യമുണ്ടോ? അപ്പൊ കൃത്യമായിട്ട് ചെയ്യാൻ അറിയാത്തോണ്ടാണ് എന്ത് എന്താണ് ചെയ്യേണ്ടത്, എവിടെയാണ് കാല് വെക്കേണ്ടത്, എവിടെയാണ് കൈ കൊണ്ട് വെക്കേണ്ടത്, ഇതെന്ത് ചെയ്യുന്നില്ല, കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞും തരാത്തില്ല. കാരണം ഞാൻ നിങ്ങളെ കുറ്റം പറയുന്നില്ല, കാരണം നമുക്ക് കൃത്യമായിട്ട് അത് പറഞ്ഞു കിട്ടാത്തതുകൊണ്ടാണ് അങ്ങനെയൊക്കെ. എടുത്തോ പിടിച്ചാൽ പോട്ടെ എന്നല്ലാതെ നമ്മളോട് ഒരാൾ എന്ത് ചെയ്യുന്നില്ല,
പറയുന്നില്ല, എടുത്തോ പിടിച്ചോ പോട്ടെ. അപ്പൊ എങ്ങനെ എടുക്കണം, എങ്ങനെ പിടിക്കണം, ചെയ്യണമെന്നും കൃത്യമായിട്ട് നമ്മുടെ കയ്യും കാലം കൊണ്ട് എന്തൊക്കെ ചെയ്യണമെന്ന് കൃത്യമായിട്ട് നമുക്ക് പറയാത്തോണ്ടാണ് നമ്മൾ ഈ ഒരു തപ്പലുണ്ടാകുന്നത്. ഒരു കമ്പ്യൂട്ടർ ഓൺ ആക്കണം, ഈ സ്വിച്ച് ഓൺ ആക്കി, ഈ സ്വിച്ച് ഓൺ ആക്കി, ഈ സ്വിച്ച് ഓൺ ആക്കി, ഈ സ്വിച്ച് ഓൺ ആക്കണമെങ്കിൽ ഈ സ്വിച്ച് ഓൺ ആക്കിയിട്ട് നമ്മൾ ഇങ്ങനെ കിടന്ന് തപ്പുമ്പോഴേ നമുക്കറിയാം കൃത്യമായിട്ട് അത് ഓൺ ആക്കാൻ അറിയത്തില്ല. അപ്പൊ നമ്മൾ അങ്ങനെ തപ്പേണ്ട കാര്യമില്ല. നമ്മളിത് ഓൺ ആക്കാൻ, നമ്മൾ വർക്കിംഗ് അല്ല ചെയ്യുന്നത്, നമ്മൾ ഓൺ ആക്കാനേ പറഞ്ഞുള്ളൂ. അപ്പൊ ഈ തപ്പല് വരുമ്പോഴേ നമുക്കറിയാം കൃത്യമായിട്ട് ചെയ്യാൻ അറിയില്ല. അപ്പൊ അതുകൊണ്ട് നമുക്കൊരു വണ്ടിയെ കയറി ഓടിക്കാനല്ല പറഞ്ഞു, ഒരു വണ്ടി എടുക്കാനാ. അപ്പൊ കൃത്യമായിട്ട് ചെയ്യാൻ അറിയത്തോണ്ട് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇങ്ങനെ കിടന്ന് തപ്പുന്നു. അപ്പൊ ക്രമമായിട്ട് നമ്മൾ ചെയ്താൽ നമ്മുടെ വീട്ടിലിരുന്ന് പേരെഴുതുമ്പോഴും റോഡിൽ ഇരുന്ന് എഴുതിയാലും ഇനിയിപ്പോ എവിടെ പോയിരുന്ന അമേരിക്കയിൽ പോയിരുന്ന് എഴുതിയാലും നമുക്ക് ക്രമമായിട്ട് നമ്മുടെ അക്ഷരം നമ്മൾ ക്രമമായിട്ട് എഴുതി, ഏത് പേരാണോ എഴുതുന്നത് അത് ക്രമമായിട്ട് അക്ഷരം എഴുതി കഴിഞ്ഞാൽ എന്താ, ആ പേര് തന്നെ വായിക്കും. അല്ല നമ്മൾ ഇത്ര വർഷം കൊണ്ട് ഇങ്ങനെ പേരെഴുതുന്നു, ഒരക്ഷരം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റി എഴുതിയ നമുക്ക് പേര് വായിക്കത്തില്ല, മാറിപ്പോ എന്ന് പറയുന്നതുപോലെ നമുക്ക് ക്രമമായിട്ട് എവിടുന്ന് ഒരു വണ്ടി എടുക്കുകയാണ്. അപ്പൊ ഈ വീട്ടിൽ നിന്നാണെങ്കിലും റോഡിൽ നിന്നായാലും സ്പേസ് കുറഞ്ഞ സ്ഥലത്തു നിന്നായാലും തിരക്കിന്നായാലും എല്ലാം നമ്മളൊരു വണ്ടി എടുക്കുക. അപ്പൊ എടുക്കുന്നതിനും വരെ നമുക്ക് ക്രമമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എവിടുന്ന് ഏത് വണ്ടി എന്ത് ചെയ്യാം പേടി കൂടാതെ തന്നെ നമുക്ക് എടുക്കാൻ കഴിയും. അപ്പൊ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. വണ്ടി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം, നമ്മൾ രണ്ട് സൈഡിലെ മിററുകൾ ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. എന്തിനാണ് ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം മിറർ ക്ലിയർ ചെയ്യുന്നത് വെച്ചാൽ, നമുക്ക് ഫുൾ ഓപ്ഷൻ വണ്ടി ഉണ്ടാകും, അതുപോലെ തന്നെ ബേസ് മോഡൽ വണ്ടി ഉണ്ടാകും. ബേസ് മോഡൽ വണ്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതുപോലെ കയറി ഇരിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യാം, നമ്മുടെ കൈ കൊണ്ട് ഇങ്ങനെ ചെയ്യാം. എന്നാൽ ഒരു ഫുൾ ഓപ്ഷൻ വണ്ടിയാണെങ്കിൽ എന്ത് ചെയ്തില്ല, വാഹനം സ്റ്റാർട്ട് ആകാതെ മിറർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ക്രമമായിട്ട് ഒരു പേരെഴുതാൻ പഠിച്ചാൽ നമുക്ക് എവിടെ ഇരുന്നാലും പേടിക്കേണ്ട കാര്യമില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ആ ക്രമമായിട്ട് എടുക്കുന്നതിന് വരെയുള്ള കാര്യം കൃത്യമായിട്ട് പറഞ്ഞു. അപ്പൊ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നതിനാണ് മിറർ അഡ്ജസ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ, ബേസ് മോഡൽ വണ്ടി, ഫുൾ ഓപ്ഷൻ വണ്ടി ആണെങ്കിൽ വാഹനം സ്റ്റാർട്ട് ആകാൻ എന്താകത്തില്ല, മിറർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ കണ്ടിട്ടില്ലേ സൈഡിലൊക്കെ റിമോട്ട് പോലെ നമുക്ക് തിരിക്കുന്നത്, അതേലാണ്. അപ്പൊ വാഹനം സ്റ്റാർട്ട് ആകാൻ ചെയ്തില്ല. അങ്ങനെയുള്ള വാഹനങ്ങൾ നമുക്ക് പ്രീമിയം വണ്ടിയൊക്കെ വരുമ്പോഴത്തേനും ചെയ്തില്ല, വാഹനം സ്റ്റാർട്ട് ആകാൻ ചെയ്തില്ല, മിറർ അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയത്തില്ല. അപ്പൊ അതുകൊണ്ടാണ് ആ ഓർഡർ പ്രകാരം കൃത്യമായിട്ട്. അപ്പൊ നമുക്ക് നാളെ ആ വണ്ടിയിലും കയറിയിരുന്ന് തപ്പേണ്ട കാര്യം വരുന്നില്ല. അതുകൊണ്ടാണ് ആ ക്രമമായിട്ട് ഞാൻ പറഞ്ഞിരുന്നത്. വാഹനം സ്റ്റാർട്ട് ചെയ്തു, നമ്മുടെ മിററുകൾ അഡ്ജസ്റ്റ് ചെയ്തു. ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ മിററുകൾ എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഇത് കണ്ടില്ലേ, നമ്മുടെ മുക്കാൽ ഭാഗം വ്യൂ കാണത്ത പോലെ വേണം. അല്ലാതെ നമ്മൾ ഇങ്ങനെ എന്ത് ചെയ്യരുത്, ഇങ്ങനെ മുക്കാൽ ഭാഗം ബോഡി, കാൽ ഭാഗം വ്യൂ ആയിട്ട് വെക്കരുത്. നമ്മുടെ ഡ്രൈവിംഗ് സീറ്റ് ഇരിക്കുമ്പോൾ ഇത് കണ്ട, ഈ ഒരു കാൽ ഭാഗം ബോഡി, മുക്കാൽ ഭാഗം വ്യൂ കണ്ടാലും നമുക്ക് ബാക്കിയുള്ള കൃത്യമായിട്ട് നമുക്ക് കാണത്തുള്ളൂ. ഇത് അതുപോലെ തന്നെ എന്ത് ചെയ്യണം, സെൻട്രലിലെ മിററും നമുക്ക് സെൻട്രലിലെ മിറർ കൃത്യമായിട്ട് ചെയ്യേണ്ടത് ഈ ഒരു രീതിയിലാണ്. കണ്ട, നമുക്ക് ആ ബാക്കിലെ ആ ഒരു ഇത് ഗ്ലാസ് ഇതിനകത്ത് ഫുൾ കവറിങ് ആയിരിക്കണം. അതേപോലെ തന്നെ കണ്ടല്ലേ, റൈറ്റ് സൈഡിലെ മിററും ഈ ഒരു കാൽ ഭാഗം, അതുപോലെ തന്നെ മുക്കാൽ ഭാഗം, ആ ഒരു രീതി വേണം എന്ത് ചെയ്യാൻ, മിറർ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. ഇതിന് ശേഷം നമുക്ക് വേണം എന്ത് ചെയ്യാം, സീറ്റ് ബെൽറ്റ് ഇടാം. എന്തിനാണ് ഈ മിറർ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം സീറ്റ് ബെൽറ്റ് എന്ന് ചോദിച്ചാൽ, നമ്മൾ ആദ്യമേ കയറി ഇരുന്ന് ഈ സീറ്റ് ബെൽറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ മിറർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ ആദ്യമേ കയറി ഇരുന്ന് ഈ സീറ്റ് ബെൽറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ കൃത്യമായിട്ട് കിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ സീറ്റ് ബെൽറ്റ് ആദ്യമേ എന്ത് ചെയ്യേണ്ട, ഇടണ്ട. ഇതിന് ശേഷമാകണം, അതായത് മിറർ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ എന്താകാവൂ, നിങ്ങൾ സീറ്റ് ബെൽറ്റ് ഇടാം. നമുക്ക് ഇതിന് ശേഷം ഒരു വാഹനം മുൻപോട്ട് എടുക്കുന്ന സമയത്ത് ഏത് സമയത്ത് വേണമെങ്കിലും സീറ്റ് ബെൽറ്റ് ഇടാം. കാരണം പിന്നെ നമുക്ക് കൈ നീക്കിക്കൊണ്ട് പോയി ചെയ്യേണ്ട ഒരു പണിയില്ല. മിററാണ് നമുക്ക് ആകെ കൈ നീക്കിക്കൊണ്ട് പോയി ചെയ്യേണ്ട പണി. മിറർ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ഇരിക്കുന്ന ഇരിപ്പിന്റെ അടുത്ത് തന്നെ എല്ലാം ഇരിപ്പുണ്ട്. അതുകൊണ്ട് ഇത് മുതൽ നമുക്ക് സീറ്റ് ബെൽറ്റ് വേണം ഇടാം. അപ്പൊ ഒരു വണ്ടി എടുക്കുന്ന മുന്നോട്ട് മൂവ് ആകും. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ വണ്ടി അങ്ങോട്ടാണ് എടുക്കുമ്പോൾ ഈ സൗണ്ട് കേൾക്കുമ്പോൾ നമുക്കറിയാം സീറ്റ് ബെൽറ്റിന്റെ ആണ്. നമുക്ക് വേണം സീറ്റ് ബെൽറ്റ് ഇടാം. സീറ്റ് ബെൽറ്റ് ഇട്ടു. സീറ്റ് ബെൽറ്റ് ഇട്ടതിന് ശേഷം എന്ത് ചെയ്യണം, ക്ലച്ച് നല്ലൊരു ചവിട്ടണം, ഉറപ്പ് വരുത്തണം. ക്ലച്ച് ചവിട്ടി ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു. ഈ ഫസ്റ്റ് ഗിയർ കൊടുത്തു എന്ത് ചെയ്യണം, ആ കൈ നേരെ ഹാൻഡ് ബ്രേക്ക് മാറ്റി. കണ്ടാ, ഈ ഹാൻഡ് ബ്രേക്ക് മാറ്റിയതിന് ശേഷം കണ്ട, ഇത്രയും വരെ നമ്മുടെ ശ്രദ്ധ മൊത്തം വണ്ടിക്കകത്ത് തന്നെ ആയിരിക്കണം. നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നവരെ, അല്ലാതെ നമ്മൾ കുറച്ച് പകുതി അക്ഷരങ്ങൾ എഴുതിയിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ അക്ഷരത്തിലും പോയി തപ്പിയാൽ നമ്മുടെ പേരാകില്ല. അപ്പൊ നമ്മുടെ പേര് എഴുതുമ്പോൾ നമ്മൾ ആ എല്ലാ അക്ഷരത്തിലും തപ്പേണ്ട കാര്യം, നമ്മുടെ പേരിനകത്ത് അക്ഷരങ്ങൾ മാത്രം സെലക്ട് ചെയ്ത് എന്ത് ചെയ്യും, വണ്ടി എടുക്കാം എന്ന് പറയുന്നത് പോലെ നമുക്ക് കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നമ്മൾ ഹാൻഡ് ബ്രേക്ക് മാറ്റി. അതിനുശേഷം എന്ത് ചെയ്യണം, നമ്മൾ റൈറ്റ് സൈഡിലെ മിററിൽ നോക്കണം. കാരണം നമ്മുടെ ഒരു വാഹനം കിടക്കുമ്പോൾ നമ്മൾ എടുക്കുന്നത് ലെഫ്റ്റ് സൈഡിലാണ് നമ്മുടെ വണ്ടി കിടക്കുന്നത്. അപ്പൊ എടുക്കുമ്പോൾ നമ്മൾ റൈറ്റിലോട്ട് വേണം എന്ത് ചെയ്യാൻ, എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ റൈറ്റിലോട്ട് എടുക്കുന്ന സമയത്ത് നമ്മൾ ഏത് സൈഡിലെ മിററിൽ നോക്കണം, റൈറ്റ് സൈഡിലെ മിററിൽ നോക്കണം. കാരണം നമ്മൾ ബാക്കിൽ നിന്നാണ് വണ്ടി വരുന്നത്. അപ്പൊ നമ്മൾ റൈറ്റ് സൈഡിലെ മിററിൽ നോക്കിയാൽ, കാരണം അവർ ഈ സൈഡിൽ കൂടെ വരുമ്പോൾ നമ്മുടെ വണ്ടി എടുക്കുമ്പോൾ നമ്മുടെ വണ്ടി തട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ മുന്നോട്ട് റൈറ്റോട്ട് എടുക്കുന്ന സമയത്ത് തട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മിററിൽ നോക്കണം. മിററിൽ നോക്കി വണ്ടി ഇല്ലാന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം എന്ത് ചെയ്യാവും, നിങ്ങൾ വാഹനം എടുക്കാവൂ. അവിടെ നമ്മളൊരു ഇൻഡിക്കേറ്റർ കൊടുത്തു എന്ന് പറഞ്ഞൊരു കാര്യമാകുന്നില്ല. കാരണം നമ്മൾ മിററിൽ നോക്കി വണ്ടി വരുന്നുണ്ട്, ഞാൻ ഇൻഡിക്കേറ്റർ കൊടുത്തു എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, വണ്ടി എടുക്കാൻ കഴിയത്തില്ല. അതേപോലെ തന്നെ നമ്മൾ മിററിൽ നോക്കി വണ്ടി ഇല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇൻഡിക്കേറ്ററിന്റെ ആവശ്യം സത്യം പറഞ്ഞാൽ അവിടെ വരുന്നില്ല. പിന്നെ നിങ്ങൾ തുടക്കക്കാരൊക്കെ ആകുമ്പോൾ നമുക്ക് താമസം വരുന്നുണ്ട്, എന്ത് ചെയ്യാം, ഒന്നിട്ടാലും പിന്നെ ദോഷം വരുന്നില്ല. അപ്പൊ നമുക്ക് അത് ഇൻഡിക്കേറ്ററിലല്ല കാര്യം, നമ്മൾ മിററിൽ നോക്കുന്നതിലാണ് കാര്യം. മിററിൽ നോക്കി വണ്ടി ഇല്ലാന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം ചെയ്യണം, നിങ്ങൾ ബ്രേക്കിൽ നിന്നും പെട്ടെന്ന് നിങ്ങൾ എടുത്ത് മാറ്റരുത്. നിങ്ങൾ ആദ്യമേ എടുത്ത് നോക്കേണ്ടത് ബ്രേക്കിൽ നിന്ന് തന്നെ, അല്ലാതെ ഒരു കാരണവശാലും നിങ്ങൾ ക്ലച്ചിൽ നിന്ന് എടുക്കാൻ നിൽക്കരുത്.
കാരണം ഇങ്ങനെ ബ്രേക്ക് ഇങ്ങനെ പതിയെ എടുത്ത് നോക്കണം. പതിയെ എടുത്തു ബാക്കിലേക്കും മുന്നിലേക്കും പോകുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രേക്കിൽ നിന്ന് മാറ്റാം. കണ്ട, ബാക്കിലേക്കും മുന്നിലേക്കും എന്റെ വണ്ടി പോകുന്നില്ല. കണ്ട, ഒന്നും സംഭവിച്ചില്ല. കണ്ട, അതുകൊണ്ട് എടുക്കണ്ട. പിന്നെ ഹാഫ് ക്ലച്ച് ഇങ്ങനെ ആക്കണ്ടത്. അതുകൊണ്ടാണ് നമുക്ക് വണ്ടി എടുക്കാൻ പേടി വരുന്നത്. കാരണം നമ്മൾ വീട്ടിൽ നിന്ന് വണ്ടി ഓടിക്കുവല്ല, എന്താ ചെയ്യുന്നത്? അപ്പൊ എടുക്കുന്ന വണ്ടിക്ക് എന്തിന്റെ ആവശ്യമില്ല, ആശ്രയിന്റെ ആവശ്യമില്ല. അപ്പൊ നമ്മൾ അവിടെ നിന്ന് എടുക്കുകയാണ് വണ്ടി. കണ്ട, ബ്രേക്കിൽ നിന്ന് മാറ്റി ഇതല്ലേ ആശ്രയിന്റെ മുകളിലേക്ക് കാല് വരുന്നത് മാത്രമേ ഉള്ളൂ. എന്ത് ചെയ്യുന്നു, ഞാനിപ്പോ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ആശ്രയിട്ട് മാറ്റി വെക്കാം. കണ്ട, ആശ്രയിട്ട് നിങ്ങൾ മാറ്റി വെക്കുവാണേ. നമ്മൾ വണ്ടി എടുക്കാൻ വേണ്ടി ഓടിക്കുവല്ല, എടുക്കുവാണ് വണ്ടി. കേട്ടോ, അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ നിങ്ങളിപ്പോ അതേ കാലിരിക്കുമ്പോൾ നിങ്ങൾ ഓർക്കുമ്പോൾ ഞാൻ ആ ആശ്രയിട്ട് കൊടുക്കുമെന്ന് നോക്കും. അതുകൊണ്ട് ഞാൻ താത്ത് വെച്ച് ഇപ്പൊ ഒരു കാരണവശാലും നിങ്ങളുടെ കാലം തീരുത് ഇങ്ങനെ വെച്ച് നിങ്ങൾ ഡ്രൈവ് ചെയ്യരുത്. നമ്മൾ ഡ്രൈവിംഗ് സീറ്റ് ഇരിക്കുന്ന സമയത്ത് നമ്മുടെ കാല് ഇങ്ങനെ ഇരുന്നോണം. നമ്മുടെ ബ്രേക്കിലും കാലിലും ഈ ഒരു റൈറ്റ് കാർ നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ബ്രേക്കിനും ആക്സിലേറ്ററിനും വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്ക് ഇത് രണ്ടും ഒരേ സമയത്ത് ഉപയോഗിക്കുന്നുമില്ല, എന്നാൽ രണ്ടും ഇല്ലാതെ പറ്റത്തുമില്ല. അപ്പൊ നമുക്ക് ബ്രേക്കിൽ എന്തിനാ മാറ്റുന്നത്? ആക്സിലേറ്റർ കൊടുക്കാൻ. ആക്സിലേറ്ററിന് എന്തിനാ കാല് മാറ്റുന്നത്? ഒന്നീ സ്ലോ ചെയ്യാനോ നിർത്താനോ വേണ്ടിയിട്ടായിരിക്കും. ഇപ്പൊ ഇതില്ലാതെ നമ്മളൊരു വണ്ടി എന്ത് ചെയ്യുന്നില്ല, നമ്മൾ ഡ്രൈവിംഗ് സീറ്റ് ഇരിക്കരുത്. കാല് നമ്മൾ ഇങ്ങനെ ഇരുന്നോണം. ഇങ്ങനെ താത്ത് വെച്ചിട്ട് ഒരു പരിപാടിക്ക് നമ്മൾ പോകരുത്. ക്ലച്ചിന്റെ കാല് നമ്മളിങ്ങനെ ഗിയർ മാറിയിട്ട് ഇങ്ങനെ ക്ലച്ചിന്റെ കാല് താത്ത് വെച്ചേക്കുന്ന പോലെ എന്ത് ചെയ്യരുത്, ഇങ്ങനെ താത്ത് വെക്കരുത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഞാനിപ്പോ കാണിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. ഞാൻ ആക്സിലേറ്റർ കൊടുക്കുന്നില്ല എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോ വണ്ടി ഓടിക്കുവല്ല, എടുത്ത് കാണിക്കുകയാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോ താത്ത് വെക്കുന്നു. കണ്ടാ, താത്ത് വെച്ചതിന് ശേഷം എന്ത് ചെയ്യാം, ക്ലച്ചിൽ നിന്ന് മെല്ലെ, കാരണം ഇങ്ങനെ വെച്ചപ്പോൾ വണ്ടി മുന്നോട്ട് ബായിക്കോട്ട് പോകുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ മാറ്റി വെച്ചത്. എന്നിട്ട് ക്ലച്ചിൽ നിന്ന് എന്ത് ചെയ്യാം, മെല്ലെ ഇത് കണ്ട, മെല്ലെ നിങ്ങൾ എടുക്കണം. വണ്ടി ഒന്ന് അനങ്ങുന്ന കണ്ടോണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, ക്ലച്ച് ഒന്ന് വലിച്ചു വാരി എടുക്കരുത്, പതിയെ എടുക്കുക. കണ്ട, വണ്ടി മൂവ് ആവുന്നുണ്ട്. കണ്ട, ഞാനിപ്പോ കാല് താത്ത് മാറ്റി വെച്ചിരിക്കുക, ആക്സിഡന്റ് അവിടെ ഇല്ല. അപ്പൊ ഇങ്ങനെ എടുക്കുന്ന വണ്ടിക്ക് നമുക്ക് എന്തിന്റെ ആവശ്യമില്ല, ആക്സിഡന്റിന്റെ ആവശ്യമില്ല. ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ തന്നെ എടുത്ത് നോക്കി, നമുക്ക് വീടിന്റെ സ്പേസ് ഇല്ല, നമുക്ക് വീടിന്റെ ഫ്രണ്ടിൽ എന്ത് ചെയ്യില്ല, സ്പേസ് ഇല്ല. അപ്പൊ നമ്മൾ ഇങ്ങനെ തന്നെ എടുത്ത് നോക്കി, നിങ്ങൾ ഇങ്ങനെ ഒന്ന് എടുത്തു നോക്കുക. അതേപോലെ തന്നെ വേണ്ടി എന്ത് ചെയ്യുക, അവിടെ കൊണ്ട് നമുക്ക് സ്പേസ് ഇല്ലെങ്കിൽ അവിടെ കൊണ്ട് ക്ലച്ച് ആദ്യമേ ചവിട്ടി വീണ്ടും ബ്രേക്ക് ചവിട്ടി, എന്നിട്ട് വീണ്ടും എന്ത് ചെയ്യാം, റിവേഴ്സ് ഗിയർ കൊടുത്തു. അതേപോലെ തന്നെ നിങ്ങൾ പതിയെ ബ്രേക്ക് ഒന്ന് അയച്ച് നോക്കുക. അപ്പൊ അങ്ങോട്ടും ബാക്കിലോട്ടും ഇല്ല, ഫ്രണ്ടിലേക്കും ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്രേക്ക് ഒന്ന് മാറ്റിയിട്ട് എന്ത് ചെയ്യാം, ഞാൻ വീണ്ടും അതുപോലെ തന്നെ കാല് തത്ത് വെക്കാം. ക്ലച്ചിൽ നിന്ന് മെല്ലെ എടുക്കുക. കണ്ട പതിയെ കണ്ട മുന്നോട്ട് നമുക്ക് കറക്റ്റായിട്ട് പോയി, ബാക്കിലും കറക്റ്റായിട്ട് വന്നു. അപ്പൊ എടുക്കുന്ന വണ്ടിക്ക് എന്തിന്റെ ആവശ്യമില്ല, ആക്സിഡന്റിന്റെ ആവശ്യമില്ല. കണ്ട, അപ്പൊ ഈ ഒരു രീതി നമുക്ക് ആ കോൺഫിഡൻസ് നമുക്ക് തനിയെ എന്ത് ചെയ്യും, വാഹനം എടുക്കാനും നിർത്താനും എല്ലാം നമുക്ക് കൃത്യമായിട്ട് കിട്ടും. കണ്ട, ഞാനിപ്പോ ആക്സിഡന്റിന്റെ കാല് മാറ്റി വെച്ചിരിക്കുകയാണ്. കണ്ട, അപ്പോൾ ഈ ഒരു രീതിയിൽ കൃത്യമായിട്ട് നമുക്ക് ചെയ്താൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കൊരു വീട്ടിൽ കിടക്കുന്ന ഒരു വാഹനത്തിൽ കയറി നിന്ന് കണ്ട എന്റെ കൈയും കാലും എവിടെയൊക്കെയാണ് കൊണ്ടുവച്ചത്, എന്തെല്ലാമാണ് ചെയ്തത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. ഇങ്ങനെ ചെയ്ത് നമുക്ക് തന്നെ തനിയെ എന്ത് ചെയ്യാം, വാഹനത്തിൽ കയറി ഇരുന്ന് തന്നെ ഓരോ കൈയും കാലും ചെല്ലേണ്ടത് ചെന്ന് കൃത്യമായിട്ട് ചെന്ന് മനസ്സിലാക്കി തനിയെ കാലിന്റെ കൈയുടെ സ്പീഡാക്കി കഴിയുമ്പോൾ നമുക്ക് തന്നെ കോൺഫിഡൻസ് കിട്ടും. നമ്മൾ തന്നെ എന്ത് ചെയ്യും, ഒരു റോഡിൽ ഇറങ്ങി വാഹനം ഓടിക്കും. ഇത്രയും വീഡിയോ കണ്ടിട്ട് ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞത് മനസ്സിലായി. ഇത്രയും കാര്യങ്ങൾ കണ്ടിട്ടും നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് കിട്ടുന്നില്ല, ഒരു വാഹനം ഓടിക്കുന്നത് അതിയ ആഗ്രഹമാണ്, അങ്ങനെയുള്ളവരെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നടക്കുന്നുണ്ട്. എന്റെ ജില്ല ഏതാണ് കരുതണ്ട, നിങ്ങളെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നടക്കുന്നത് ആഗ്രഹമാണ്, എന്നെ കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ എന്തായാലും യൂസ്ഫുൾ ആയെന്നുള്ളതും നിങ്ങൾ ആ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു തുടക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസ് ആണ്. നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ആ കമന്റ് ബോക്സിൽ വന്ന് ചോദിക്കാം, ഞാനത് വീഡിയോ ചെയ്യുന്നതായിരിക്കും. നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.